അങ്ങനെ 3 വർഷത്തെ LLB ജീവിതത്തിനൊടുവിൽ ഞാൻ കോഴ്സൊക്കെ തീർത്ത് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കോഴ്സ് തീർന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് വൈവ TC കുറച്ച് പരിപാടിയൊക്കെ പെൻഡിങ് ആണെങ്കിലും ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇനി പണിക്ക് പോകണല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ പപ്പയും അനിയനൊക്കെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ അറിഞ്ഞ പപ്പയുടെ ഒരു സിസ്റ്ററിന് പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിച്ച് വയ്യാണ്ടായി ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ നേരെ ആൻറ്റീനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇരുന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചപ്പോൾ കുട്ടനെ സാഹം അങ്ങോട്ട് നാണിച്ച് മുഖം നുണിച്ചിരിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഒന്ന് ഫ്രഷായി. അപ്പം തന്നെ പകുതി സമാധാനമായിട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഹോസ്റ്റലിലോട്ട് പോയപ്പോൾ എൻ്റെ ലിപ് ബാം കൂടെ മറന്നു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ സന്തോഷമായി. അങ്ങനെ ലിപ് ബാം ഒക്കെ ഇട്ട് ചുണ്ടൊക്കെ റെഡിയാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഐവോ പ്രിൻസിൻ്റെ ഒരു കൊറിയർ നമുക്ക് വന്നിരുന്നിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ പിന്നെ അതൊന്ന് പൊട്ടിച്ച് നോക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. ഇതിലേക്കുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ഞാനായിരുന്നെങ്കിലും എന്തൊക്കെയായിരുന്നു അയച്ചു കൊടുത്തെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. നമുക്ക് ഇനി അൽഷിമേഴ്സിൻ്റെ ചെറിയൊരു പിടുത്തം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യം മറന്നു, എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഞാനതൊക്കെ തുറന്നു നോക്കി. ഓ നൈസ്, എനിക്ക് ഈ കാർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു കാർഡ്. പിന്നെ നമ്മളൊരു കൊറിയർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു താങ്ക് യു സോ മച്ച് എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം വരില്ലേ, അത് തന്നെ സംഭവം. നല്ല ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാനൊരു ലക്ഷദ്വീപ് ട്രിപ്പ് വീട്ടുകാരോടെ പോയായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കുറച്ച് ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ എനിക്കൊന്ന് എവിടെയെങ്കിലും എടുത്തു വെക്കണം എന്ന് തോന്നിയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന സമയത്താണ് ഐവോ പ്രിൻസിനെ കാണുന്നതും അവർക്ക് ഈ ഫോട്ടോസ് അയച്ചു കൊടുത്ത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇത്രയും ക്വാളിറ്റിയിലായിരിക്കും ഈ സാധനം വരാൻ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. താങ്ക് യു സോ മച്ച് ഐവോ പ്രിൻസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ടൊരു സ്റ്റിക്കറും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. റൂം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു സ്ക്രഞ്ചീസ് എനിക്ക് കിട്ടുന്നത്. എവിടെ നിന്നാണ് വാങ്ങിയത്, എന്നാണ് വാങ്ങിയതെന്നൊന്നും അറിയത്തില്ല. ബട്ട് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായി തോന്നി. പിന്നെ തലയിൽ കെട്ടുന്ന ആ സമയത്ത് വേറൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഒട്ടും മാച്ചില്ലാത്ത ഈ ഒരു സാധനം കെട്ടിവെച്ചു. ഇതിപ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്കി പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ ചെയ്യാൻ ഭയങ്കര മടിയുള്ളതുമായ സാധനമാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത്? ബസ്സിൽ വന്നുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം തീരെ ശരിയായില്ല. അപ്പോൾ പിന്നെ ഉറങ്ങാനുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ.